Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi. വലിയ രോഗി. എങ്ങനെയുണ്ട്? കൊറേ ചുറ്റി അടിച്ചിട്ടാ ഇങ്ങനെ ഒരു വീട് ഒപ്പിച്ചത്. 2 പെമ്പിള്ളേർ മാത്രമുള്ള വീടാന്ന് പറയുമ്പോ ഒരു അടച്ചുറപ്പൊക്കെ വേണ്ടേ? പാലാക്കാരി പെണ്ണമ്മേരെ വീടാ. മക്കളും മരുമക്കളും ഒക്കെ അങ്ങ് ആസ്ട്രേലിയയില. വല്ലപ്പോഴും വരും, നോക്കും, പോവും, അത്ര തന്നെ. ഞാൻ സോപ്പിട്ടിങ് എടുത്തു. വാ വാ. ആ ഇൻഷാ അല്ലാഹ്. വലുതുകാലം ഉച്ച കയറിക്കോ. അതെന്താ കല്യാണ പെണ്ണാണോ? നീ അപ്പുറത്തോട്ട് പോ. നിങ്ങൾ മഴയും കൊണ്ടാ വന്നത്. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മുറി മാത്രം തുറക്കരുതേ. അതെന്താ? ഇതിനു മുൻപ് താമസിച്ച ആളിന്റെ സാധനങ്ങൾ അതിനകത്ത് കിടക്കുക. അല്ല, അയാൾ ഒന്ന് കൊണ്ടുപോയാൽ ആ മുറിയും തരാം. തൽക്കാലം തുറക്കണ്ട. എനിക്കിഷ്ടായി. ലവ്ലി പ്ലേസ്. പറയാൻ വരട്ടെ, നീ കണ്ടീഷൻസ് കേട്ടോ. ഈ മുറിയിൽ മുമ്പ് താമസിച്ച ആളുടെ സാധനങ്ങളുണ്ട്. അയ്യോ കൊച്ച, ഈ മുറി ഇല്ലാന്നങ്ങ് വിചാരിച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ് ജെസ്സി, ഒന്ന് വന്നേ. എന്ത് പറയാന്? പ്ലീസ് ഡാ, ഒരു ഒബ്ജക്ഷനും പറയരുത്. എന്റെ മനസ്സിലുള്ളതുപോലൊരു വീടാ. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ? നമ്മൾ അകത്ത് കയറിയപ്പോ സമ്മതം അറിയിച്ചു വന്ന മഴ. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഹാർമണി ഉണ്ട്. എന്റെ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ഉത്തരമായി എപ്പോഴും മഴ എത്തും. പ്ലീസ് ജെസ്സി. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ആ അടച്ചിട്ട മുറിക്കകത്ത് സംതിങ് മിസ്റ്റീരിയസ്, അങ്ങനെ ഒരു ഫീൽ. ബി പോസിറ്റീവ്. വാടക വീടുകളിൽ ചില മുറികൾ ഹൗസ് ഓണേഴ്സ് പൂട്ടിയിടാറില്ലേ? ഇറ്റ്സ് നാച്ചുറൽ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ടാവും. നമുക്കൊരു ഫ്ലാറ്റ് എടുക്കുന്നല്ലേ സേഫ്. ഉഫ്, ഫ്ലാറ്റ് ലൈഫ്. ബാംഗ്ലൂരിലെ മമ്മയുടെ ഫ്ലാറ്റ് കയറുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ടാ. ചെറുപ്പത്തിൽ പപ്പയോടൊപ്പം താമസിച്ച ആ പഴയ വീടിന്റെ അതേ ഫീലാ ഇന്ന് നമ്മൾ കണ്ട വീടിനും. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ബാംഗ്ലൂർ പോലൊരു ഹൈഫൈ സിറ്റിയിലായിരുന്നിട്ടും നീ ഇപ്പോഴും ഒരു ടിപ്പിക്കൽ വില്ലേജ് ഗളാ. വീടിന്റെ വിഷ്വൽസ് പപ്പയ്ക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. പപ്പ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ. ഞാൻ കിടക്കാൻ പോവാ. നീ കിടക്കണ്ട, നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഡിക്കൊന്ന്
ഭാരത്തിൽ നിന്നൊക്കെ മാറിയപ്പോ തന്നെ വല്ലാത്തൊരു റിലീഫ്. നിനക്കത് ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ ഭയങ്കര ഫീലിംഗാ. ഏകാന്തതയുടെ ഭാരതീരം. നൊസ്റ്റാൾജിയ. മണ്ണാം കട്ട. നീ എന്റെ പഴയ ഫ്രണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ വിട്ട് വരില്ലായിരുന്നു. ഹോ, ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ വിളിച്ചു വരുത്തിയതേ ഒരു അബദ്ധമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ ചക്കരല്ലേ? പോയിരുന്ന ഹോംവർക്ക് ചെയ്യടാ. ആ, ഇറങ്ങിക്കോ. മാഡം, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഡോറ് തുറന്നു കിടക്കുന്നല്ലോ. രാവിലെ നമ്മൾ ലോക്ക് ചെയ്തതാണല്ലോ. നിക്ക്, അകത്താരെങ്കിലും ഉണ്ടെങ്കിലോ? ഇനി കള്ളന്മാരും മറ്റാണെങ്കിലോ? അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ പോരാം. എന്ത് പണി? പിടി. ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ എന്തിനായിരിക്കും? ഇത് മറ്റവൻ തന്നെ. അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനായിരിക്കും. വാ, നമുക്ക് ആ റൂമിൽ നോക്കാം. ഫാൻ കറങ്ങുന്നുണ്ട്. അകത്താരോ ഉണ്ടെന്ന് തോന്നുന്നേ. ഡോർ ഓപ്പൺ ആണ്. തുറക്ക്.
യെസ്, ഇത് അയാൾ തന്നെ. അയാളുടെ അന്നത്തെ നിലവിളി ഇപ്പോഴും എന്റെ കാതിലുണ്ട്. ആർ യു ഷുവർ? യെസ്, ഐ എം ഷുവർ. ആ വീട്ടിൽ തന്നെ നമ്മൾ എത്തിന്ന് പറയുമ്പോ വാട്ട് എ കോയിൻസിഡൻസ്. അയാളുടെ ബാഗ്, മണി, അതിനു വേണ്ടിയല്ലേ? അതെ. ഇതവൻ തന്നെയാ. ആളില്ലാത്ത നേരത്ത് സാധനങ്ങൾ എടുക്കാൻ വന്നതാ. അങ്ങനെയാണെങ്കിൽ വലിച്ചു വാരിയിട്ടത് എന്തിനാ? അയാളുടെ ഫോട്ടോ അയാളെ തന്നെ തല്ലിപ്പൊളിക്കോ? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ എങ്ങനെ താമസിക്കാനാ? ഈ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. തന്ന അഡ്വാൻസ് മര്യാദയ്ക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ വേറെ ഒരു വീട് കണ്ടുപിടിക്കുക. നിങ്ങളിത് മനഃപൂർവ്വം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അങ്ങനെ പറയല്ലേ പെങ്ങളെ. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള വീടും തപ്പി ഞാൻ ഒരുപാട് അലഞ്ഞതാ. അവസാനമാ ഈ വീട് ഒപ്പിച്ചത്. അല്ല, നിങ്ങളെ സാധനങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. 2-3 മാസമായിട്ട് അടച്ചിട്ടിരുന്ന വീടല്ലേ. ആള് താമസിക്കാൻ വന്നതൊന്നും അറിയാതെ ആരോ. ഇനി ആരും വരത്തില്ല, അക്കാര്യം ഞാൻ ഏറ്റു. ഇനി അതല്ല, പോലീസിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാനും വരാം. പറഞ്ഞിട്ട് നിങ്ങളങ്ങ് പോവും. വി ആർ അലോൺ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പേടിച്ചല്ലോ ജസി, നമുക്ക് നോക്കാം. കഥ കാത്തു നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം നാളെ കാണാം. വർഷ, നീ പിന്നെ ഇവിടെ തന്നെ? നീ വാ. വല്ലതും പറഞ്ഞോടാ. നിന്നെപ്പോലൊരു അബൂൽ ബേബിക്ക് പറ്റിയ പണിയല്ലിത്. കുഞ്ഞുനാളിൽ പുകണ്ടാന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന എന്നെ എൻ്റെ അപ്പൻ ചെവിക്ക് തൂക്കിയെടുത്ത് വള്ളത്തിലിട്ട് ആഴക്കടലിൽ കൊണ്ടുപോകും. പിന്നെ വെളുപ്പിനെ മടക്കുള്ളൂ. 8-ാം വയസ്സിൽ പങ്കായം കയ്യെ പിടിപ്പിച്ചു. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. വാപ്പയ്ക്ക് സിനിമ എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു. എന്നെ പോലെ സംവിധാനത്തിലല്ല, അഭിനയിക്കാൻ. 1-2 മുഖം കാണിക്കുകയും ചെയ്തു. വാപ്പ പ്രേമിച്ച് കെട്ടിയതേ സിനിമാ സ്വപ്നം കണ്ടു നടന്നൊരു ഹിന്ദു പെണ്ണിനെയാണ്. തിരിച്ചറിയാത്ത പ്രായം മുതലേ രണ്ടുപേരും എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകും. സാധാരണ കുട്ടികൾ കരയും, ഞാൻ കരയില്ല. സിനിമ കണ്ട് തന്നെയാ ഞാൻ വളർന്നത്. ഞാൻ പങ്കായം പിടിച്ച കഥ പറഞ്ഞപ്പോ കൊള്ളാം. നീ സിനിമ കണ്ട കഥ. ദേ നിന്റെ കൈമൊഴി വിളിക്കുന്നു. കൈമൊഴിയോ? തമിഴർക്ക് മൊബൈൽ കൈപ്പേശിയാണെങ്കിൽ നമുക്ക് കൈമൊഴി വിളിച്ചൂടെ? എടുക്കടാ. അമ്മയായിരിക്കും. എന്ത് കള്ളം പറയുമെന്നാ. ഹലോ, എപ്പോ? അയ്യോ, എന്റെ സ്ക്രിപ്റ്റ് വേറെ കോപ്പിയില്ല. കോപ്പി ഉണ്ടായിരുന്ന ആ ബാഗില്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ അലക്സിയുടെ ആൾക്കാർ നിന്നെ ജീവനോടെ വെച്ചേക്കൊന്നു തോന്നുന്നുണ്ടോ? നിന്നെ മാത്രമല്ല, എന്നെ അവര്. ഇക്ക, അതിനാ പണം അവർ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതല്ലേ? അതൊന്നും അവര് വിശ്വസിക്കത്തില്ല. ഓരോ കള്ളക്കഥ പറഞ്ഞ് പണം നീ തന്നെ എടുത്തെന്നാ അവര് പറയുന്നത്. അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യും. വീട്ടിൽ പോയി ഉള്ള കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും അലക്സിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. നീട്ടിക്കൊണ്ടുപോയ അലക്സി നിന്റെ വീട്ടിലും വരും. എന്തും ചെയ്യാൻ മടിക്കാത്തവനെ അറിയാലോ. അലക്സിയുടെ ആൾക്കാരുടെ കണ്ണു വെട്ടിച്ചാ ഞാൻ. നിന്നെ കിട്ടാത്ത ദേഷ്യത്തിന് അവരെന്നെ നീ കൊലയ്ക്ക് കൊടുക്കരുത്. 2 പിള്ളേരും കുടുംബം ഉള്ളതാ. അവർ നീ പെരുവഴിയിലാക്കരുത്. ഹലോ, എന്തു പറ്റിയൊരു സൈലൻസ്? ഒന്നുമില്ല. പൂട്ടിയിട്ടിരുന്ന എൻ്റെ റെന്റഡ് ഹൗസിൽ ആരോ കയറി എല്ലാം വലിച്ചു വാരി പുറത്തിട്ടെന്ന്. എന്റെ സ്ക്രിപ്റ്റ്, അതെന്റെ ജീവിതം തന്നെ അച്ഛായ. എത്ര രാത്രികളിൽ ഉറക്കമില്ലാതെ കുത്തിക്കുറിച്ചതാ. എത്ര നാളത്തെ എന്റെ സ്വപ്നോ.
കയ്യിലിരുന്ന കോപ്പി ആ ബാഗിലായിരുന്നു, പിന്നെ ഉള്ളത് ഒറിജിനൽ. അത് ഞാൻ ആ മുറിയിൽ വെച്ച് പൂട്ടിയിരുന്ന. ഇപ്പൊ അത് അവന്മാര് അങ്ങോട്ട് ചെന്ന അലക്സിന് ആൾക്കാർ എന്നെ വെച്ചോക്കില്ലെന്നാ ഉസ്മാൻ പറയുന്നത്. അവൻ എപ്പോഴും തന്നെയല്ലേ പറയുന്നത്. എന്ത് വിറ്റിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് രൂപ സംഘടിപ്പിച്ച് കടം വീട്ടാൻ. എന്നെങ്കിലും ഞാനൊരു ഡയറക്ടർ ആവുന്നത് സ്വപ്നം കണ്ടിരിക്കുക എൻ്റെ അമ്മ. എൻ്റെ പ്രോബ്ലംസ് അവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ പാടുപെടുന്ന അച്ഛൻ കാണുന്നില്ല. എല്ലാം ശരിയാവൂടാ. നാട്ടുകാർക്ക് സ്വന്തം മക്കൾക്കെതിരെ കേസ് കൊടുത്തൊരു അപ്പനാ ഞാൻ. കെണിയും വലയും ഒരുക്കി നമ്മൾ മീനെ കൊടുക്കും, മനുഷ്യർക്ക് അത്താഴം ഉണ്ണാൻ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ആ മാമച്ചൻ കോടികളുണ്ടാക്കി, മറയ്ക്കാൻ മാമച്ചൻ മുതലാളിയായി. കായലും കടലും കാണിക്കാതെ 4 മക്കളെ വളർത്തി വലുതാക്കി. വളർന്നപ്പോൾ അവർക്ക് അപ്പൻ്റെ മീനാറ്റം പിടിച്ചില്ല. അപ്പൻ്റെ സ്വത്തും പണവും മതി അവർക്ക്. അമ്മയോടുള്ള നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് കൊതി തോന്നടാ. ഭാഗ്യം ചെയ്തവളാ നിന്റെ അമ്മ. ഇപ്പോഴത്തെ ഈ കാറും കോളും പെരുമീൻ ഉദിക്കുമ്പോൾ തീരും. എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. എല്ലാ കറുത്ത മേഘങ്ങൾക്കിടയിലും ഒരു വെള്ളിക്കീറുണ്ട്. ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു വെള്ളിക്കീറ്. മഴ പുസ്തകം. വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോകുന്ന കുതിരവണ്ടി. കുതിരവണ്ടി കടന്നു പോകുമ്പോൾ തുറന്നു കിടക്കുന്ന പിൻഭാഗത്ത് പുറത്തേക്ക് കാലുകൾ തൂക്കിയിട്ട് യുവാവും യുവതിയും, ഗോപുവും വർഷയും. വർഷ എന്നാണല്ലേ പേര്? വർഷ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ലുക്ക്, എൻ്റെ അമ്മ ബിഫോർ മൈ ബർത്ത് ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇടാൻ വെച്ചിരുന്ന പേരാ വർഷ.
ഫീമെയിൽ വോയിസാ. ഒന്ന് എഴുന്നേക്കടാ. എന്റെ സ്വീറ്റ് മട്ടൺ അല്ലേ. അയ്യോ ദേ ഫോൺ. ഒന്ന് എണീക്ക്. ഓ നീ എടുക്ക്. അവന്റെ വല്ല ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും. എടുക്ക്, നമുക്ക് ഡീറ്റെയിൽസ് പിടിക്കാം. ദാ ഉമ്മ ഞാൻ സേവ് ചെയ്തിരിക്കുന്നെ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് കാമുകി തന്നെ. ഉമ്മ തരാനായിരിക്കും. മേടിച്ചിട്ട് കിടന്നുറങ്ങ്. പോടി. ഹലോ അനു, നീ ഇതെവിടെ മോനെ? എത്ര ദിവസമായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഹലോ, കേക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഇത് അനാസിന്റെ ഫോൺ അല്ലേ? ഹലോ, ഇതെനിക്കൊരു ബസ്സിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഫോണാ. ആരുടെ ഫോണാന്ന് അറിയില്ല. ഞാൻ അനാസിന്റെ അമ്മയാ, ആ ഫോണിന്റെ ഉടമ. മോള് പേടിക്കണ്ട. മോള് അനാസിന്റെ ഫ്രണ്ടാണോ? എന്താ മോളുടെ പേര്? വർഷ. ഇപ്പൊ എല്ലാം മനസ്സിലായി. ആ ഫോൺ അവനൊന്ന് കൊടുത്തേ. ആർക്കാ കൊടുക്കാനാ? ഇല്ല, ഈ പറയുന്ന ആളിവിടെ ഇല്ല. എനിക്കിത് സത്യമായിട്ടും ബസ്സിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ട് അവൻ വിളിച്ചപ്പോഴൊന്നും ഫോൺ കളഞ്ഞവരൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, വർഷ. അവന്റെ പടത്തിലെ ഹീറോയിന്റെ പേരും വർഷ എന്നാ. മോളിപ്പോ എവിടെയാ? ഫോൺ മോളുടെ കയ്യിലുണ്ടെന്ന് അവൻ വിളിക്കുമ്പോ പറയാം. ഓക്കെ. ബസ്സിൽ നിന്ന് പിടിച്ചോണ്ട് പോയ കാര്യം നീ പറയാത്തെന്താ? പറയാൻ തോന്നിയില്ല. ഒരമ്മയുടെ കൂട്ടിവെച്ച സ്നേഹം മുഴുവൻ ആ സംസാരത്തിലുണ്ട്. A lovable mother. അപ്പൊ നീ ഉറങ്ങിയില്ലായിരുന്നല്ലേ കള്ളി? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കടി പോത്തെ. അമ്മ. Mother is love. You scoundrel! പല പ്രാവശ്യം ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്തെ തൊടരുതെന്ന്. Dirty pig. നിങ്ങൾക്കേ ആള് മാറിപ്പോയി. Bloody bastard. നീ ആരോടാടി സംസാരിക്കുന്നേ? കുറെ നാളായിട്ട് നിന്നെ ഞാൻ വാച്ച് ചെയ്യുന്നു. നിന്റെ ബിഹേവിയർ, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കണോ? സോറി പറയടി. എടി സോറി പറയാൻ. ആദ്യം അയാളെ പഠിപ്പിക്കും മാനസ്. എന്താടി വിളിച്ചത്? അയാളെന്നോ? No dear. എന്താ? ഏയ് പ്ലീസ്, എന്താന്ന് പറ. അട്ട പോലെ ഇഴഞ്ഞു വരുന്ന അയാളുടെ വിരലുകൾ അടുത്ത് വരുമ്പോഴേ അറിയാം. സിഗരറ്റിന്റെ വൃത്തികെട്ട നാറ്റം. അയാളെക്കാൾ വെറുപ്പ എനിക്ക് ആ സ്ത്രീയോട്. ആ ശബ്ദം പോലും. പപ്പയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? കൊന്നുകളയും പപ്പ. പിന്നെ പപ്പയെ എനിക്ക് നഷ്ടപ്പെടും. പപ്പയോട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞൂടെ? മോൾക്ക് വേണ്ടി മത്സരിച്ച് സമ്പാദിക്കല്ലേ രണ്ടുപേരും. നീ അതൊന്നും ഓർക്കണ്ട, കിടന്നുറങ്ങ. വാ, ഹോളിലെ ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? വേണ്ട. അപ്പൊ പേടിയുണ്ട് നിനക്കും. വാ കിടക്കാം. എങ്ങനെ മാമച്ചായന് മാത്രം ഇത്ര സ്പെഷ്യൽ മീനുകൾ കിട്ടുന്നേ? അതിന്റെ സീക്രട്ട് എന്തുവാ? കൂടെ പോയി ഞാൻ കണ്ടുപിടിച്ചു ആ സീക്രട്ട്.
മാമച്ചായൻ രാത്രിയിൽ അടിക്കുന്ന റമ്മിന്റെ ബാക്കി ആ വലയിൽ അങ്ങ് പുരട്ടി വെക്കും. രാവിലെ ആകുമ്പോൾ ഒന്ന് ക്യൂ നിൽക്കും മാമച്ചന്റെ വലയിൽ കയറാൻ. ഫിറ്റാകുമ്പോ വലയൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഉവ്വേ ആ നീയല്ലേ. അതെ, പ്രശ്നങ്ങളെ പേടിച്ചു നിന്നാൽ എന്ന് നിനക്കിങ്ങനെ ഒളിച്ചു കഴിയേണ്ടി വരും. ഉസ്മാൻ പറയുന്ന പോലെ വീട്ടിൽ ചെന്ന് കാശ് മേടിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ നീ നിൻ്റെ ലൈഫാ ബ്ലഡാന്നൊക്കെ പറയുന്ന ആ കഥയുണ്ടല്ലോ, അതവിടെ ചെന്നെടുക്കണം. അതിനുള്ള ധൈര്യം കാണിക്കണം. കാണാച്ചുഴിയും തിരക്കോളും ആഴക്കടലിൽ എവിടെയാണെന്ന് ആർക്കറിയാം. എന്നാലും വേട്ടയ്ക്കിറങ്ങുന്നവനെ നേട്ടം കിട്ടും. എന്താ ഒരു സൺഡേ മൂഡ്? ഇറ്റ്സ് 7:30. റെഡി ആവുന്നില്ലേ? ബ്ലാക്ക് ടീ കിച്ചണിലുണ്ട്, നീ പോയിക്കോ. ഞാനിന്ന് ലീവാ. ഐ എം ടോട്ടലി ഇൻവോൾവ് ഇൻ ദിസ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിലെ ഹീറോയിന്റെ പേരെന്താണെന്നറിയാം നിനക്ക്? വർഷ. ഓ, സിനിമയുടെ പേര് മൺസൂൺ. എന്നെ പോലെ മഴഭ്രാന്ത. അനാസനം. ഇത് ഭ്രാന്ത് ഇത്തിരി മൂത്ത ലക്ഷണ. പോലീസ് പിടിച്ചോണ്ട് പോയി ഒരുത്തന്റെ. ഹീസ് എ ഫ്രോഡ്. ഐ തിങ്ക് ഇത് അയാൾ എഴുതിയതൊന്നും ആയിരിക്കില്ല, വല്ലവന്റെ സ്ക്രിപ്റ്റ്. നോ, അന്ന് അയാളുടെ സംസാരം മുഴുവൻ മഴയെക്കുറിച്ചായിരുന്നു. മഴയോടുള്ള അറ്റാച്ച്മെന്റ്. ആ ടച്ച് ഓരോ വാക്കിലും ഉണ്ട്. ഐ എം വണ്ടേർഡ്. എന്റെ പേര് മാത്രമല്ല, ഇതിലെ വർഷയുടെ പേരൻസും സെപ്പറേറ്റഡാ. വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ആക്ച്വലി ഈസ് കോപ്പിഡ് ഇൻ ദീസ് പേജസ്. വെറും പകർത്തലല്ല, ദി എക്സാക്ട്. ഇറ്റ്സ് സംതിങ് പറയാതിരിക്കാൻ വയ്യ. ഗ്രേറ്റ്. പിടിവിട്ടു പോയി. നീ ഇവിടെ കുത്തിയിരുന്ന് അവനെ കുറിച്ചുള്ള ആന്തോളനങ്ങളിലായിക്കും. ടൈം ഇസ് ഓവർ. ലീവിനി ഞാൻ പറയണോ? ഓൾറെഡി മെസ്സേജ്. ഓ, എന്റെ പണം എവിടെ? അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. നീ അവനെവിടെ എത്തിച്ചത്? പണവുമായി അവൻ മുങ്ങി പോയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവനെ വേണ്ട, നിന്നെ മതി. നിന്നെ കൊളുത്തി ഞാനൊരു ചൂണ്ടയിടും, അവനതിൽ കൊത്തും, കോത്തിക്കും. എന്താ ട്രാഫിക്! ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും, റോഡൊട്ട് നന്നാക്കത്തുമില്ല. എന്താ മാഡം ഇന്നൊരു ഹാപ്പി മൂഡിലാണല്ലോ. നമ്മുടെ പുത്രനെ കുറിച്ച് വല്ല ന്യൂസും ഉണ്ടോടി? ഉണ്ട്. ആ, എന്നാ പറ. നല്ലൊരു ന്യൂസ് ഉണ്ട്. ബാപ്പയ്ക്ക് കേട്ട അഭിമാനം തോന്നുന്ന ന്യൂസ്. അവന്റെ ഫിലിമിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ? അതൊന്നും അല്ല. പിന്നെ ഞാൻ അവന്റെ പഴയ സെൽഫോണിൽ ലേറ്റ് നൈറ്റിലൊന്ന് വിളിച്ചു നോക്കി. പുതിയ കണക്ഷൻ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. എടുത്തൊരു പെങ്കൊച്ച് തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അവള് വിട്ടു പറയുന്നില്ല. കളഞ്ഞു കിട്ടിയ ഫോണാണെന്നാ അവള് പറയുന്നേ. അപ്പോ അവനെ കെട്ടിക്കാൻ സമയമായെന്നർത്ഥം. അതല്ലേ രസം. പേര് വർഷ. വർഷയോ?
ആ അപ്പോൾ സംശയിക്കണ്ട, മൺസൂണിലെ ഹീറോയിൻ, നിന്റെ ഫ്യൂച്ചർ മരുമകൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഗേൾഫ്രണ്ട് ആകാനും മതി. അതായത് ലിവിങ് ടുഗദർ. ഇവനെ ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല. മാസം 3 വീട്ടിൽ വന്നിട്ട് പേരിന് ഇടയ്ക്കൊരു വിളി. അവനിങ്ങ് വരുമടി. ഡയറക്ടർ തൊപ്പി തലയിൽ കയറുന്നവരെയുള്ള ഒരു സിനിമാക്കാരൻ്റെ അലച്ചൽ അത് നിനക്ക് മനസ്സിലാവില്ല. അവൻ്റെ മൺസൂണിൽ എനിക്കൊരു വേഷം ചെയ്യണം. മോളൊന്നും വേണ്ട, നീ നോക്കിയോ. ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പണം വേണ്ടിവരും? കോടികൾ, കോടികൾ വേണം. നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെപ്പോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ. ശരിയാവും, അവന്റെ ഡ്രീം അത് നടക്കും. ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ഒരു ഫോൺ പോലും ചെയ്യാതെ നിങ്ങൾ അവൻ പറയുന്നതിനെല്ലാം എസ് മുളിയിട്ടാ. അങ്ങനെ ഒരു എസ് മൂളിയതുകൊണ്ടാ പലരും ഇന്നത്തെ പൊസിഷനിലെത്തിയത്. സിനിമ അവന് വെറും ഒരു ക്രേസ് അല്ല, ഇറ്റ് ഈസ് ഇൻ ഹിസ് ബ്ലഡ്. സിനിമ ശരിക്കും ഒരു ചുഴി പോലെയാ. ചുറ്റും വരുന്നവരെ കൂടെ അത് വലിച്ചകത്തേക്കിടും. നശിക്കുന്നവരുമുണ്ട്, ജയിക്കുന്നവരുമുണ്ട്. നോക്കുമ്പോ പരന്നു കിടക്കുന്ന കായൽ എങ്ങോട്ട് ഓടിക്കാമെന്ന് തോന്നും. വള്ളച്ചാല് വിട്ടുപോയ മരക്കുറ്റിയും മണൽത്തട്ടയൊക്കെ കാണും. റോഡിലില്ലാത്ത ഒന്നുകൂടിയുണ്ട്, കാറ്റ്. കാറ്റിൻ്റെ ദിശ നോക്കണം. ഒരു കണക്കിന് ജീവിതം പോലെ തന്നെ ആ ബോട്ട് ഓടിക്കലും. തക്ക സമയത്ത് വെട്ടിത്തിരിച്ചില്ലേ പെട്ടുപോകും. ആ അങ്ങനെ പെട്ടവരാണല്ലോ നമ്മൾ രണ്ടുപേരും. ദേ നിന്റെ കൈവഴി പാടുന്നു, വിട്, ഞാൻ ഓടിക്കാം. ഹലോ അമ്മാസേ. ഹോ ഭാഗ്യം, കിട്ടിയല്ലോ. എന്താടാ, എത്ര നാളായി നീ വിളിച്ചിട്ട്? എവിടെയാ നീ? ഇന്നലെ രാത്രി ഒരുപാട് ട്രൈ ചെയ്തു. അതമ്മക്ക് ഷൂട്ടിങ്ങിനെ പറ്റി അറിയാത്തോണ്ടാ. ഇന്നലെ പാക്കപ്പ് ആയപ്പോ ലേറ്റ് ആയി. എന്താടാ ഒരു കടകടാന്നൊരു ശബ്ദം? ബോട്ടിന്റെ ശബ്ദം പോലെ. മമ്മൂക്ക ബോട്ട് ഓടിക്കുന്ന സീനാ സാറിപ്പ് എടുത്തോണ്ടിരിക്കുന്നേ. മമ്മൂട്ടിയോ? ഷോ, നിന്റെ അടുത്തുണ്ടോ മമ്മൂട്ടി? അതെന്താ, അമ്മക്ക് മമ്മൂക്കയോട് സംസാരിക്കണോ? അയ്യോ വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടാ മമ്മൂട്ടിയെ. മഹാരാജാസില് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പക്ഷെ ഞാൻ പുള്ളിക്ക് വല്ലതും തോന്നോ? ഹേയ്, എന്തു തോന്നാൻ? 1 മിനിറ്റ് ഞാൻ പുള്ളിക്ക് കൊടുക്കാം. മമ്മൂക്ക, എന്റെ അമ്മയാ. അമ്മക്ക് മമ്മൂക്കയോടൊന്ന് സംസാരിക്കണമെന്ന്. എന്തിന്? ഞാനോ? പ്ലീസ്. ഹലോ മമ്മൂട്ടിയാ? അനാസിന്റെ അമ്മയല്ലേ? അതെ. അവൻ ആള് പിടിക്കല കേട്ടോ. നോക്കട്ടെ, നല്ല സ്റ്റോറി കൊണ്ടുവന്നാ ഞാൻ ഡേറ്റ് കൊടുത്തേക്കാം. ഞങ്ങളുടെ ഫിഷിങ്ങില്ല, അല്ല ഷൂട്ടിങ്. ഞാൻ അവനെ കൊടുക്കാം. ശരി. എൻ്റെ ഒരു അടിപൊളി. ആ അമ്മേ, സന്തോഷമായില്ലേ? അപ്പൊ വാപ്പിച്ചോട് പറഞ്ഞേക്കണം സാക്ഷാൽ മമ്മൂട്ടിയോട് സംസാരിച്ചെന്നു. ഇതെന്താടാ മമ്മൂട്ടിയുടെ ഒച്ച വല്ലാണ്ട്? അത് പിന്നെ ബോട്ടിലല്ലേ, ഭയങ്കര കാറ്റ്, ബോട്ടിന്റെ സൗണ്ട്. മമ്മൂക്കയ്ക്ക് നല്ല പനിക്കോളുണ്ട്. ഓ ശരി ശരി. അതെ, ഒരു കാര്യം ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. നിന്റെ പഴയ നമ്പർ ആ മൊബൈൽ കളഞ്ഞു പോയോ? ഇല്ല. അല്ല, അതെ, അത് കളഞ്ഞുപോയി. എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അമ്മേ. എന്നാ അതൊരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വർഷ എന്നാ അവളുടെ പേര്. നീ താമസിച്ചിരുന്ന വീട്ടിലാ അവളുടെ താമസം. എന്താടാ ഒരു ചുറ്റിക്കളി? അവള് പറയുന്നു നിന്നെ അവൾക്ക് അറിയേയില്ലെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഫോൺ ഒരു പെണ്ണിന് കിട്ടിയെന്നോ? അവള് ഞാനെടുത്ത വീട്ടിലോ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ.
എന്നാ ഞാൻ പിന്നെ നുണ പറയോ? അത് നിന്നോട്. നീ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്ന് കഴിയും നിന്റെ വർക്ക്? 1 മാസം കൂടി പിടിക്കും. എന്നാ ഞാൻ വെക്കട്ടെ, ഡയറക്ടർ വിളിക്കുന്നു. ഇടയ്ക്ക് വിളിക്കാൻ മറക്കരുതേ. ശരി അമ്മേ. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടരുത്. ശരി സർ. മണി മണി, ആ ക്യാമറ നമുക്കേ അകത്തുനിന്നുള്ള ഷോട്ടാ. കഥ തുറക്കുമ്പോ പോലീസ്. ഓക്കെ, ഒരു ലോ ആംഗിൾ വെച്ച്. ശരി, നോക്കാം. ആ പ്രവീൺ, ക്യാമറ അങ്ങോട്ട് എടുത്തു. സർ 2-3 മിസ് കോൾ ഉണ്ടായിരുന്നു. എടുത്തിട്ട് ഷോട്ടിലാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഹലോ, എവിടാ നീ? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എല്ലാം കളഞ്ഞു കുളിച്ചു, എന്നിട്ട് ഇപ്പൊ മുങ്ങി നടക്കുന്നു. ഞാനെല്ലാം പറഞ്ഞില്ലേ നിന്നോട്? എന്റെ അവസ്ഥ അതെനിക്കല്ലേ അറിയൂ. ഞാനിപ്പോ വിളിച്ചത് നിന്റെ ഒരു ഹെൽപ്പിന്. എന്തേ? ഓക്കെ, ഡൺ. ഓക്കെ സർ, റെഡിയാണ് സർ. ആ, ഏത് കോള് വന്നാലും അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ മതി, കേട്ടല്ലോ? ശരി. ശശി, ആ ശശി. എന്താ കപ്പി? നമുക്കൊരു ഇച്ചിരി പരിപാടിയാണ്. എൻ്റെ കൂടെ ഒന്ന് വരണം. എപ്പോഴാ? ഇപ്പോ. ഞാൻ റെഡി. വാ. എവിടെ അനാസ് മുഹമ്മദ്? അനാസ് മുഹമ്മദോ? അതാരാ? ഞങ്ങൾക്കറിയില്ല. കള്ളം പറയുന്നോ? ഇത് അനാസ് മുഹമ്മദിന്റെ വീടല്ലേ? നിങ്ങൾ അവന്റെ ആരാ? ആരുമല്ല, ഞങ്ങളിവിടെ പുതുതായി താമസിക്കാൻ വന്നവരാ. ഒരാളെടുത്തിരിക്കുന്ന വീട്ടിൽ വേറെ താമസക്കാരോ? സത്യം പറ, നിങ്ങൾ ആരാ? ആരാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഉസ്മാൻ എന്നൊരു ബ്രോക്കറാ. അല്ല, എന്ത് കംപ്ലൈന്റാ ഞങ്ങളുടെ പേരിലുള്ളത്? എന്തിനാ അനാസിനെ നിങ്ങൾ? ഏയ്, കംപ്ലൈന്റ് ഒന്നുമല്ല. അനാസിന്റെ വീട്ടിൽ, അതും അവന്റെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പുതിയ താമസക്കാർ. അത് മനസ്സിലാവുന്നില്ല. ലേഡീസ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ എന്താ കാരണം എന്നാ ചോദിച്ചത്. വൈ? ഫോർ വാട്ട്? ഭീഷണിയോ? എന്ത് ഭീഷണി? വിമൻ സെല്ല് വിളിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സോറി, ഞങ്ങൾ വെറുതെ ഇതിലെ വന്നപ്പോ അനു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാ. അവന്റെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുക്കാൻ. അതിന് നിങ്ങൾ അയാളുടെ ഫ്രണ്ടാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അതൊന്നും എടുക്കാൻ പറ്റില്ല. അയ്യോ, സോറി. ശശി, ഇപ്പൊ പോ. കുട്ടിക്ക് സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? 2 പേർക്കും അഭിനയിക്കാം. ഞാനൊരു പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ടേ. നിങ്ങൾ ആരാ? പോലീസോ അതോ? അതെ, പോലീസ് തന്നെ. എന്താ സംശയമുണ്ടോ? തൽക്കാലം ഞങ്ങൾ പോകുന്നു. വേണ്ടി വന്നാൽ ഇനിയും വരും. വാ കപ്പി. ഹായ് സർ. യെസ്, ടേക്ക് യുവർ സീറ്റ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ. 3-4 ഓപ്ഷൻസ് ഉണ്ട്. സാറ് എത്ര എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്? 50 lakhs. ഗുഡ്. സാർ, ക്യാഷ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊടുത്തയച്ചിരുന്നു സാറിന് തരാൻ. മനസ്സിലായില്ല. അനാസ് മുഹമ്മദ്, സാറിന്റെ മകൻ. എന്താ, കിട്ടിയില്ലേ? വാട്ട്? എൻ്റെ മകനോ? 50 ലക്ഷം? സോറി, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. സർ, അതാണ് എൻ്റെ പ്രശ്നം. മൈ നെയിം ഈസ് അലക്സി. ഐ എം എ ബിസിനസ് മാൻ. 1 രൂപ ഞാൻ മുടക്കിയാൽ എനിക്കതിൽ 1.5 രൂപ കിട്ടണം. 50 ലക്ഷം മുടക്കിയാൽ 75 ഇവിടെ എനിക്കത് കിട്ടിയിട്ടില്ല. ഈസ് മിസ്സിംഗ്. സോ
യു മസ്റ്റ് ഗീവ് മീ ദ ആൻസർ. മകൻ വാങ്ങിച്ചു കൊണ്ടുപോയ 50 ലക്ഷത്തിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നീ ചോദിച്ചു 10ാം ക്ലാസ് പാസ്സാവാത്ത മാമച്ചനെങ്ങനെ ഇംഗ്ലീഷ് ഫിലോസഫി വിളമ്പുന്നു. സത്യമാണ് കുഞ്ഞെ. 17 കൊല്ലം ദുബായ് ദേര മാർക്കറ്റിൽ മാമച്ചൻ അറിയാവുന്ന പണി ഒന്നേ ഉള്ളൂ. തൂക്കുകയും പകുത്തും മാമച്ചൻ വീവിച്ച് സമ്പാദിച്ചു. കാശുണ്ടാക്കി കാര്യമല്ലെന്നേ ഈ ഫിലോസഫി. ജീവിതം അത് മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ നേരിടണം. ലൈഫ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. ഇടയ്ക്കൊരു കപ്പലിൽ കുക്കായി കൂടി ഒരു സായിപ്പിൻ്റെ. അയാൾ തുപ്പിയ ഇംഗ്ലീഷ് എൻ്റെ നാവിന് തുണയായി. അയാൾ വായിച്ചു മടക്കിയ പുസ്തകങ്ങൾ എൻ്റെ രാത്രിക്ക് കൂട്ടായി. എൻ്റെ മക്കളെന്നോട് ചെയ്ത് ഓർക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ കേസ് കൊടുത്തു. ആർക്കാ ഛേദം? കേസ് ജയിച്ച 1 അല്ല 9 സിനിമയ്ക്കുള്ള പണം ഞാൻ തരും. മതി മതി. അച്ഛൻ ഫിറ്റായേ? I am fit, but I am not misfit. അച്ഛായ മതി. ഉള്ളിൽ തിളയ്ക്കുന്ന കടലുള്ളവർക്ക് ലഹരി ഒരിക്കലും മതിയാകില്ല. വേണ്ട. സ്മോൾ അച്ഛൻ്റെ ഈ സ്നേഹം മാത്രം മതി. മക്കളെ, പേടിച്ച് മാളത്തിലൊളിക്കാൻ ആർക്കും പറ്റും. നേരിടണം. ഫേസ് ദ റിയാലിറ്റി. എൻ്റെ മക്കൾ എനിക്ക് തരാത്ത സ്നേഹം തന്നവനാ നീ. എൻ്റെ മേരിക്കുട്ടി എനിക്ക് തന്ന മോനാ നീ. രാവിലെ തന്നെ മഴക്കോടാണല്ലോ. ദേ എൻ്റെ കൈമൊഴി. ഇന്നലെ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? ഓൾവേസ് സ്വിച്ച്ഡ് ഓഫ്. ഞാൻ മുല്ലയ്ക്ക് വിട്ടി പോയിരുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയാ. അവിടെ ഇപ്പോ 2 ചെത്തു പെമ്പിള്ളാരാ. അടിപൊളി ഷേപ്പ്. നിന്നെ ഫിഗർ നോക്കാനല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവരെവിടെ താമസമുണ്ടോ, അവരാരാ, അതാ എനിക്ക് അറിയേണ്ടത്. അവരത്ര കുഴപ്പമുള്ള പിള്ളേരൊന്നും അല്ല. അവരെ അവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഉസ്മാനാ. ഉസ്മാനോട് ഞാൻ ചോദിച്ചു, നിന്നെ സേഫ് ആക്കാനാ അവൻ അവരെവിടെ കൊണ്ടുവന്നതെന്ന്. ഇതെന്റെ മഴമുറി. പനയോലപ്പുറത്ത് മഴ കൊട്ടുന്ന താളം. തൂവാനം കൊണ്ട്
ഇടയ്ക്കിടെ എന്നെ കൈനീട്ടി തൊടുന്ന മഴ. നമ്മുടെ ആദ്യ രാത്രി ഈ മഴ മുറിയില്ല. ഇതുപോലൊരു ദിവസം മഴ നനഞ്ഞു വേണം. നിന്റെ മുറിയിൽ നിന്നിട്ടിട്ട് വീഴുന്ന മഴ, നിന്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളി. മതി, എനിക്ക് തണുക്കുന്നു. മഴയ്ക്ക് തണുപ്പാണെന്ന് ആരാ പറഞ്ഞേ? നനുത്ത ചൂടാ, അരിച്ചു കയറുന്ന ചൂട്, മനസ്സിനെ ഉണർത്തുന്ന ചൂട്. മഴയുടെ രാജകുമാര, നീ എവിടാ? ജെസി, ജെസി, ഒന്ന് എണീക്ക്. ആരോ ഒരാള്. എണീക്ക് ജെസി, നമ്മുടെ വീട്ടിലേക്ക് ആരോ ഒരാൾ കേറിയെന്ന്. എണീക്ക്. കേട്ടില്ലേ? കാറ്റത്ത് ജനലടഞ്ഞായിരിക്കും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
കഴിവറ മോനെ. നീ എന്തിനാണ് എന്റെ ബോട്ട് പൊട്ടിച്ചത്? കഴിവറ മോനെ. ശരിക്കും നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ? എൻ്റെ ആളുകളോ? എടാ കൊച്ചതേ, ആളും കൂട്ടവും നിലത്താണ് ഈ മാമച്ചൻ. ഈ ബോട്ടാ എൻ്റെ വീടും കൂടും. എൻ്റെ മേരിക്കുട്ടി. അത് ഈ ബോട്ടിൻ്റെ വേറൊരു പേരല്ല. ഈ ചങ്കേന്ന് കർത്താവ് പറിച്ചെടുത്തതാ എൻ്റെ മേരിക്കുട്ടിയെ. അവളെയാ നീ മോട്ടിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ബോട്ട് ഓടിക്കാൻ അറിയില്ല, നീന്താനും. സത്യം. മാമച്ചൻ വിചാരിച്ചത് ഞാൻ ആ ബോട്ട് മോഷ്ടിച്ചെന്ന. ഞാൻ കരുതി എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച ടീമിൽ ഒരാളാണ് മാമച്ചനെന്ന. ആക്ച്വലി എന്താന്ന് സംഭവിച്ചത്? ആരായിരുന്നു അവര്? എന്തിനാ നിങ്ങളെ? അറിഞ്ഞൂടാ ഇപ്പോഴും. ₹50,00,000 ആ ബാഗിനകത്തുണ്ടായിരുന്നു. മഴുവൻ കഴിവറി. എന്ത് ധൈര്യത്തിലാണ് നീ ഇത്രയും രൂപയും കൊണ്ട് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ആ പൈസയും പിടിച്ച് പറിച്ചേച്ച് നിന്നെ ഈ ബോട്ടിൽ കൊണ്ടിട്ട് തന്തയില്ല ചെറ്റകൾ ആരവന്മാർ. ഇപ്പോഴും 4-5 പേര് ഒറ്റയ്ക്ക് നടിച്ചിടാൻ മാമച്ചനൊരു പൈൻറ്റിൻ്റെയും പിൻബലം വേണ്ട. എവിടാന്ന് വെച്ചാൽ പറ, നമുക്ക് പോയി പൊക്കാം. ആ പണത്തിന് 50,00,000 വിലയല്ല, എൻ്റെ 12 കൊല്ലത്തെ സ്വപ്നത്തിൻ്റെ. അവന്മാര് തട്ടിയെടുത്തത് എൻ്റെ ജീവിതം തന്നെയാ. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ഈ ബോട്ടില്ല, നടുക്കായലിൽ. എറണാകുളത്തു നിന്നും ബസ്സിൽ ഞങ്ങളുടെ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കയറും. ഒരു പ്രൊഡ്യൂസറെ കിട്ടിയതിൻ്റെ ത്രിൽ. അഡ്വാൻസ് കൊടുത്ത സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റും കിട്ടും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും ആലോചിച്ചില്ല. എത്ര കൊല്ലത്തെ കാത്തിരിപ്പ്. ക്ലാപ്പിൽ തുടങ്ങി ഫസ്റ്റ് അസിസ്റ്റൻ്റായി, അസോസിയേറ്റായി. എത്ര നാളത്തെ കഷ്ടപ്പാട് സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഇതുപോലെ നിന്നെ എഴുതാൻ കഴിയൂ അറിയില്ല. അത്രയ്ക്ക് ഇൻവോൾവായി മുഴുവൻ എൻ്റെ ലൈഫ്. ഇതിലെ പ്രണയവും ഈ വർഷ റിയൽ ക്യാരക്ടർ അല്ല, ബാക്കിയൊക്കെ മുഴുവൻ ഭാവന. പ്രൊഡ്യൂസറെ തേടിയുള്ള അലച്ചിലായിരുന്നു. പിന്നെ ഒട്ടാത്ത വാതിലില്ല. ഒടുവിൽ ഉസ്മാൻ. ആളൊരു ഓട്ടോക്കാരനാ. ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ റിയൽ ഫ്രണ്ട്.
അയാളാ അലക്സിയെ പരിചയപ്പെടുത്തുന്നത്. നടക്കത്തില്ല. ഇനി ഏത് കൊമ്പത്തെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും അലക്സിക്കൊരു കുളിരുമില്ല. അവന്മാരുടെ മുമ്പിൽ ചെന്ന് തലചൊറിഞ്ഞ് നിൽക്കാൻ എനിക്കൊട്ട് സമയവുമില്ല. എടാ കൊച്ചനെ, 10 പുത്തം വെളുപ്പിക്കാനുള്ള എളുപ്പവഴിയാണല്ലോ എന്ന് കരുതിയ ഞാനിതിനെ ഇറങ്ങി തിരിച്ച്. എന്നെ പട്ടിണി കിട്ടിയ നഗരത്തെ അലക്സി കാൽ കീഴിലാക്കിയെങ്കിൽ അതൊരുപാട് ഇരുണ്ട വഴികൾ താണ്ടി തന്നെ. 50 ലക്ഷം നീ തന്നെ കൊണ്ടു കൊടുത്താൽ മതി. കൂട്ടിന് വേണമെങ്കിൽ ഉസ്മാനെയും കൂട്ടിക്കോ. അയ്യോ, ഞാനില്ല. 1000-ന്റെ 2 നോട്ട് ഒരുമിച്ച് കണ്ട എനിക്ക് ഒരാഴ്ചത്തേക്ക് തല ചുറ്റാ. എന്നാലും പ്രൊഡ്യൂസർ ഇല്ലാതെ എനിക്ക് നിന്നെ വിശ്വാസ. അലക്സി എല്ലാവരെയും ആദ്യം അങ്ങ് വിശ്വസിക്കും. അത് തെറ്റിയെന്ന് എനിക്ക് തോന്നിയ കോൺക്രീറ്റ് കൂട്ടുമ്പം ഇച്ചിരി മണലങ്ങ് കുറയ്ക്കാൻ പറയും. പിന്നെ അവൻ ചാന്തിന്റെ കൂടെ അങ്ങ് തൂണേ കീറും. അലക്സിയുടെ തൂണിന്റെ എണ്ണം കൂട്ടല്ലേ ഉസ്മാൻ. ഓ, എടുക്ക. വാ. പിന്നെ ഉസ്മാനെ വിളിച്ചില്ലേ? ആള് ശരിക്കും ഒരു കള്ളനാ. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളെ അറിയുകയില്ലെന്നാ പറഞ്ഞത്. എന്നെ സേഫാക്കാൻ പറഞ്ഞതായിരിക്കും. പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ഉസ്മാനെയാണ്. ഉസ്മാനാ പറഞ്ഞത് അലക്സിയുടെ ആൾക്കാർ കൊല്ലുമെന്നും ഇങ്ങോട്ട് വരരുതെന്നും. ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് വാപ്പിച്ചിനെ അറിയിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഡ്രീംസ്, കരിയർ എല്ലാം പോയി. ഇങ്ങനെ ഡെസ്പാവാതെ ഞങ്ങളുണ്ട് ഹെൽപ്പിന്. അനാസിനെ ട്രാപ്പ് ചെയ്തവരെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണം? എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. അല്ല, ഞങ്ങൾ. സോറി, ഞാൻ മനഃപൂർവ്വമല്ല. ഞങ്ങൾ കരുതി മറ്റാരോ ആണെന്ന്. ഇറ്റ്സ് ഓക്കെ. ഈ ഫോണിൽ ഞാനൊരു അഡീഷണൽ സിം ഇട്ടിട്ടുണ്ട്. ഇതിലാർക്കും അനാസിനെ ട്രേസ് ചെയ്യാൻ ഒക്കില്ല. പിന്നെ എടുത്തു വെച്ച ക്യാഷ് കയ്യിൽ കുറച്ചേ ഉള്ളൂ. ഈ ഗോൾഡ് പ്ലഡ് ചെയ്ത ഏയ് വേണ്ട. ഇതൊക്കെ തരാൻ നമ്മൾ തമ്മിൽ ഒരു സൈഡ് സീറ്റിന് വേണ്ടി അടിയിട്ട ബന്ധമുണ്ടല്ലോ. അന്നത്തെ അനാസിന്റെ മുഖം ഞാൻ മറന്നിട്ടില്ല. എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത സംഭവം. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഇപ്പൊ അനാസിന്റെ കഥ കൂടി കേട്ടപ്പോഴും യു ആർ സോ മച്ച് ക്ലോസ് ടു മീ. വാങ്ങിച്ചോളൂ. ഈ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. മഴ തോർന്നു, ഞാൻ ഇറങ്ങട്ടെ. ഈ കെട്ട് അത് വേണ്ട. മമ്മിയും ഡാഡിയും സെപ്പറേറ്റഡ് ആയ ഒരു വർഷയെക്കുറിച്ചല്ലേ മൺസൂണിൽ എഴുതിയത്? അതെല്ലാം ഈ വർഷയെക്കുറിച്ച് കൂടിയാ. എന്നെ ഉദ്ദേശിച്ച് എഴുതിയതാണെന്ന് പോലും തോന്നും പല സീനുകളും. സൂക്ഷിക്കണം. കഴിഞ്ഞ 3 മാസം ഞാൻ അനുഭവിച്ച ഇപ്പൊ ഒന്ന് റിലാക്സ് ആയ പോലെ. ആരൊക്കെയോ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. തോന്നലല്ല, വിശ്വസിച്ചോളൂ. എടാ, എത്ര നേരമാ നിനക്ക് വേണ്ടി കാത്തുകെട്ടി കിടന്ന്? ഓരോ വണ്ടി പാസ് ചെയ്യുമ്പോഴും ടെൻഷനായിരുന്നു. എന്നിട്ട് നീ ഒന്ന് വിളിച്ചു പോലുമില്ല. എന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്തോ അതുമില്ല. അതവിടെ സേഫാ. അതുകൊണ്ടാണ് ഞാനത് എടുക്കണ്ടെന്ന് വെച്ചത്. അവിടെ താമസിക്കുന്ന കുട്ടി
അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന വർഷയാ. ഏത്? ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട്. ഓ, അവളായിരുന്നു അവിടെ. അതേന്ന്. എന്നോടും സ്ക്രിപ്റ്റിനോടും അവൾ കാണിച്ച കെയർ മൺസൂൺ നീയും വായിച്ചല്ലേ? മൺസൂണിലെ നായികയും അവളും തമ്മിൽ വല്ലാത്തൊരു റിസംബ്ലൻസ്. അവളത് പറഞ്ഞപ്പോ അന്ന് ബസ്സിൽ, ഇന്നിപ്പോ വീട്ടിൽ. ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ്. ഹേയ്, അങ്ങനൊന്നുമില്ല. എടാ, നിന്നെ പോലെ സിനിമയ്ക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കാനുള്ള ആമ്പയർ ഇല്ലാത്തോണ്ടാ. സീരിയൽ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഇഡിയറ്റ്. ഇവൻ എന്തോ കാണിക്കുന്നേ? എന്താ? അവനെന്റെ ബാഗ് എടുത്ത് വണ്ടി എടുത്ത്. ഒന്ന് വേഗം പോ. ഇത് അവൻ തന്നെ. അവനെടുത്ത് ഒന്ന് വേഗം വേഗം പോ. ഒന്ന് വേഗം പോണം. ഹലോ, നീ ഇതെവിടെയാ? ഏതാ ഈ നമ്പര്? ഇവിടെ എത്തിയോ? എന്റെ റബ്ബേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വരരുതെന്ന്? അവന്മാരാരെങ്കിലും കണ്ട? ശരി, നീ ഇപ്പൊ എവിടെ നിൽക്കുവാ? ഇപ്പൊ ഞാൻ കണ്ടല്ലോ ഉസ്മാൻ ഭായിയുടെ ഓട്ടോ. അതിൽ ഓടിക്കയറിയത് ആരാ? അവനിപ്പോ എവിടെയുണ്ട്? അത് ശരി, കണ്ടിട്ട് വിളിക്കാൻ എന്താ? ഞാനൊരു ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുത്തർ ഓടി കയറിയതാ. അവൻ വഴിക്കിറങ്ങി പോയി. അന്ന് എന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടി പറിച്ചില്ലേ, അതിലൊരുത്തനവൻ. അവൻ എവിടെ ഇറക്കി വിട്ടത്? ബസ് സ്റ്റാൻഡിൽ. നീ ഇപ്പൊ എവിടാ നിൽക്കുന്നതെന്ന് പറ. എന്തിനാ മോനെ നീ? അലക്സ് നീ വിചാരിക്കുമ്പോൾ ഒരു പാർട്ടി അല്ല. അന്ന് അയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ? വിശ്വാസം തെറ്റിച്ചാൽ കോൺക്രീറ്റ് കൂട്ടിച്ചേർത്ത് കുഴയ്ക്കുമെന്ന്. വെറും പറച്ചിലല്ല, എനിക്കറിയാം അലക്സിയെ. നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ബുദ്ധിമോശം കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞതാ ബസ്സിലൊക്കെ. ഏതായാലും സംഭവിച്ചു. ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിയാലേ പുറത്തിറങ്ങി നടക്കാനൊക്കും. പണവും പടമൊക്കെ നമുക്ക് ഇനിയും വരും. പക്ഷേ പടച്ചൊന്തെന്ന് ഉയരുവല്ലവൻ്റെയും പിച്ചാത്തിപ്പിടിയില്. ഇന്നലത്തെ ഓട്ടത്തിന്റെ കാശ് മുതലാളിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതേതായാലും നന്നായി. ഇത് മോൻ വെച്ചോ. വേണ്ടിക്ക, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. എനിക്കൊക്കെ നല്ല ദേഷ്യമുണ്ടായിരുന്നു ആ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന്. അവരെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എല്ലാം മാറി. അപ്പൊ അവിടെ പോയിരുന്നോ? നിന്റെ സാധനങ്ങളൊക്കെ? എല്ലാം അവിടെ തന്നെ വെച്ചു. റോഡിലോ കടത്തിണ്ണയിലോ എവിടാന്ന് പറയാൻ ഒരു മേൽവിലാസം ഇല്ലാതെ ഒളിച്ചു കഴിയുമ്പോൾ ഒന്നും കയ്യിലില്ലാതിരിക്കുന്ന നല്ലത്.
സൂക്ഷിക്കണം. എല്ലാത്തിനും വലുത് ജീവിതമാണ്. അത് കളഞ്ഞു വിളിക്കരുത്. അതാ ഞാൻ വാപ്പയെ കണ്ട ഇടപാടങ്ങ് തീർക്കാൻ വേണ്ട, കൊല്ലുന്നേ കൊല്ലട്ടെ. അമ്മയും വാപ്പിച്ചറിയിക്കണ്ട. അറിഞ്ഞ അവർ വിഷമിക്കും. അവരുടെ കണ്ണ് നനഞ്ഞ പിന്നെ ഈ അനാസില്ല. വാപ്പിയോട് ഞാൻ പലതവണ പറഞ്ഞതാ ഈ ഏച്ചി കെട്ടുപണി നിർത്താൻ. അല്ലപ്പച്ച, കുഞ്ഞുമോക്ക് അപ്പാപ്പനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അവൾ കരയുകയല്ല. നിന്റെ അല്ലേ വിത്ത് നുള്ളിക്കരയിപ്പിച്ച് കൊണ്ടുവരികയും വേണ്ട. എനിക്കറിയാമടി എന്തിനുള്ള വരവാണെന്ന്. കേസിൻ്റെ വിധി ദിവസം അടുക്കുമല്ലയോ, കെട്ടിയോൻ്റെ ബുദ്ധിയായിരിക്കും. ഞാൻ ജയിച്ചാൽ പെട്ടിയിലടച്ച് ഇതെല്ലാം കൊണ്ടുപോയാലോ? സങ്കടം അപ്പച്ച ഇങ്ങനെയൊക്കെ. ഇവിടെ ഒന്ന് നോക്കെങ്കിലും ചെയ്യേ. അപ്പാപ്പന്റെ ചോരയല്ലയോ, മാമോദീസിക്ക് വിളിച്ചിട്ട് പോലും. എനിക്ക് കാണണ്ട നിന്റെ പൂങ്കണ്ണീര്. നിന്നെ തള്ളിവിട്ട കഴിവറിയോട് ചെന്ന് പറ അടവേറ്റില്ലെന്ന്. പാപ്പി വിളിച്ചോണ്ട് പോടാ. കൊച്ചിനെ വിളിച്ചിറങ്ങി പോടി. ആനാം വെള്ളത്തിന് പകരം നീയൊക്കെ കൂടെ ആശ്രയ വെള്ളം കുടിപ്പിച്ച് തൊണ്ട കീറി ചത്ത എൻ്റെ മേരിക്കുട്ടി. അവളെ വേണ്ടാത്തവർക്ക് എൻ്റെ ചില്ലിക്കാശിന് അവകാശമില്ല. വിളിച്ചോണ്ട് പോടാ പന്നി കഴിവറി മോനെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ആരാ മാമച്ച അത്? മാമച്ചന്റെ കൊച്ചുമോളാ അത്? വാരിയെടുത്തൊരു ഉമ്മ കൊടുക്കാൻ എൻ്റെ കൈ നീണ്ടതാ. പിന്നെ കടിച്ചു പിടിച്ചു നിന്ന് ഞാൻ. ഇപ്പൊ വന്നേച്ചു പോയ കുഞ്ഞുണ്ടല്ലോ, അവക്കെന്റെ മേരിക്കുട്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞപ്പോ കടിച്ചു കയറാൻ വന്നവളാ. ഈ സ്വന്തം തള്ളയെ തള്ളിപ്പറഞ്ഞ ഒരുത്തനെയും മാമച്ചൻ മക്കളായി കൂട്ടുകാരാ. ആരാ ഇത് മൊത്തം 20 സെന്റ് ആണല്ലേ? നല്ല ഫ്രണ്ടേജ്. അതെ സാറ്. വീട് മൊത്തം 2900 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അധികകാലമായില്ല. സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വിലയും എല്ലാം കൂടെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു 60-65 ഒപ്പിക്കാം. ആരാ? എനിക്ക് മനസ്സിലായില്ല. അയ്യോടാ, ഇത് മറൈൻ പ്ലയോ അതോ മൾട്ടിവുഡോ? എന്റെ ബിൽഡിങ്ങിലും ഞാൻ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഹലോ, ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞങ്ങൾ ഈ വീട് വിൽക്കുന്നില്ല. ഇതേ ഞങ്ങളുടെ മകന് വേണ്ടി വെച്ച വീടാ. അവന്റെ പേര് അനാസ്, വീടിന്റെ പേര് അനാസ് ഡെയിൽ. ഈ ഡെയിൽ എന്ന് വെച്ചാ ഞങ്ങൾ തമ്മിലൊരു ചെറിയ ഡീലുണ്ടേ. സിനിമ പിടിക്കാൻ അഡ്വാൻസ് കൊടുക്കാനാണെന്നും പറഞ്ഞ് മോൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം മേടിച്ചായിരുന്നേ. മാസം 2-3 കഴിഞ്ഞേ. ഇപ്പം കാശുമില്ല, പലിശയില്ല, ആളെ കാണാനുമില്ല. ഞാനൊരു പാവം ബിസിനസ്സുകാരനാണേ. മുകളിൽ എത്ര ബെഡ്റൂം ആണെന്നാ പറഞ്ഞേ? AC ആണോ? വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലാലോ? ഹലോ, നീ ശരിക്കും പേടിച്ചു തോന്നുന്നല്ലോ. നമ്മുടെ അനു അവൻ ആരുടെയെങ്കിലും കാശെടുത്ത് കടന്നു കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ വെറുതെ നിന്നെ ഒന്ന് വരട്ടാൻ. ചിലപ്പോ നീ വല്ലതും എടുത്ത് കൊടുത്താലോ? ഇപ്പോഴത്തെ കാലല്ലേ, അടവുകളൊക്കെ പറഞ്ഞ് പലരും വരും. അതൊക്കെ കണ്ട് പേടിക്കാൻ നിന്ന എൻ്റെ മിനു അതിനെ സമയം കാണും. അവൻ പണം കടം മേടിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ.
2-3 മാസമായിന്നാ പറഞ്ഞേ. അവൻ വീട്ടിൽ വന്നിട്ടിപ്പോ അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. അയാള് പോയപ്പോ തൊട്ട് ഞാനവനെ വിളിക്കുക, ഫോൺ സ്വിച്ച് ഓഫാ. എങ്ങനെയെങ്കിലും അവനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവന്റെ വീട്ടിൽ ആ പെണ്ണ് വർഷ, അവളുടെ കയ്യിൽ അനുവിന്റെ ഫോൺ, പണം ചോദിച്ചുകൊണ്ടുള്ള അയാളുടെ വരവ്. എനിക്കെന്തോ നമുക്ക് ആകെയുള്ളത് അവനാ. അവനെന്തെങ്കിലും സംഭവിച്ച നീ ഇങ്ങനെ ബഹളം വെച്ചാ എങ്ങനെയാ? നമുക്ക് നാളെ തന്നെ പോയി ആ കൊച്ചിനെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. നാളെ ആക്കണ്ട, ഇപ്പൊ തന്നെ പോവാ. എന്റെ മുത്ത, നീ കിടന്ന് ഇങ്ങനെ പിടയ്ക്കാതെ ഇപ്പൊ പുറപ്പെട്ടാൽ അവിടെ എത്തും പാതിരാത്രിയാവും. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കഴിഞ്ഞ ദിവസം നീ അവനുമായിട്ട് ഫോണിൽ സംസാരിച്ചല്ലേ? അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളോട്, പ്രത്യേകിച്ച് അവൻ നിന്നോട് പറയാതിരിക്കുവോ? ഒന്നുമില്ലെന്ന്. ഇത് ഏതോ ഒരുത്തൻ്റെ കളിയാ, അവനോട് ദേഷ്യമുള്ള. നീ അതങ്ങ് മറന്നുകളാ. അപ്പൊ നാളെ? ഓ എന്റെ പൊന്നും മീനു, നിന്നെ ഞാൻ കൊണ്ടുപോകാം. ഭക്ഷണം എടുത്തു വെക്ക്. സിനിമയുടെ കഥയൊന്ന് വായിക്കണമെന്ന് വിചാരിച്ചതാ. അതിന് നീ അത് കൊണ്ടുവന്നില്ലല്ലോ. സോറി അച്ഛാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡെവലപ്മെൻ്റ് ആയിരുന്നു അവിടെ. എൻ്റെ മൺസൂണിലെ നായിക വർഷയെ അതുപോലെ തന്നെ അവിടെ കണ്ടപ്പോൾ അതൊരു വെറും സാമ്യമായിരുന്നില്ല. ഞാൻ എഴുതുമ്പോൾ ഓരോ വാക്കിലും അവളുണ്ടായിരുന്നു. അതേ വർഷയെ നേരിൽ കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ആ തിരക്കഥ നെഞ്ചോട് ചേർക്കുന്നത് എന്നെക്കാളും ഇപ്പോൾ അവളാ. അടർത്തിയെടുത്ത ചോരക്കിനിയും. ബസ്സിൽ നിന്ന് എൻ്റെ ജീവിതം കുറേ പേര് തട്ടിയെടുത്തപ്പോൾ അതേ ബസ്സിൽ തൊട്ടടുത്തിരുന്ന പെൺകുട്ടി മറ്റൊരു ജീവിതം കൈനീട്ടി തരും പോലെ. ഇനി നിന്റെ കഥ കേൾക്കണമെന്നില്ല. ചോറ് വെന്തോന്നറിയാൻ കല മുഴുവൻ പറയണമെന്നില്ലല്ലോ. ഇക്കേട്ടത് മതി. വാ, ഞാൻ കഴിക്കെടുത്ത് വെക്കാം. വർഷ, യെസ്, ഞങ്ങള് അനാസിന്റെ അമ്മ വാപ്പച്ചി. വരൂ. അനാസിന്റെ എന്റെ ഫ്രണ്ട് ജെസ്സി. ഹായ്. വരൂ അങ്ക്, ഇരിക്കും. മോളൊന്ന് അങ്ങോട്ട് വന്നേ. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അനുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇന്നലെ അവനെ അന്വേഷിച്ച് ഒരാൾ വീട്ടിൽ വന്നിരുന്നു. അവൻ കാശ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞു. സത്യം പറയാലോ മോളെ, കിടന്നിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവൻ എന്താ പറ്റിയതെന്ന് വർഷയ്ക്ക് എന്തെങ്കിലും അറിയാവോ? ട്രിവാൻഡ്രത്ത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്ന ബസ്സിൽ അനാസ് ഉണ്ടായിരുന്നു, എന്റെ അടുത്ത സീറ്റിൽ. അങ്ങനെ അനാസിനെ പരിചയപ്പെട്ടത്. അമ്മ വിളിച്ച് 2 ദിവസം കഴിഞ്ഞ് അനാസ് വിളിച്ചിരുന്നു ഫോൺ തിരികെ ചോദിക്കാൻ. അനാസിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ടെന്നും സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞു. പിന്നെ അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വല്ലതും ഉണ്ടോ? എവിടെയാണെന്നെങ്ങാനും? അപ്പോ വർക്കിലാണ്, ഷൂട്ടിലാണെന്നൊക്കെ പറഞ്ഞത് അവൻ കള്ളം പറഞ്ഞത്. ഇവളിങ്ങനെയാ, എന്തെങ്കിലും കിട്ടിയാ പിന്നെ മനസ്സമാനം തരില്ല. മോള് പറ, അവൻ എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അമ്മ വിഷമിക്കണ്ട, അനാസിന് ഒന്നും പറ്റിയിട്ടില്ല. അനാസ് സേഫായിട്ട് എവിടെയോ ഉണ്ട്. എവിടെയാണെന്നൊന്നും. ഞങ്ങൾ ഇറങ്ങട്ടെ, നീ നടക്കും. അമ്മ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ നുണയാ പറയുന്നതെന്നറിയോ? ഷൂട്ടിങ്ങില്ല, ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് കഥ പറയുക, ഒരു പടം കൂടി അസിസ്റ്റ് ചെയ്യുക. പാവ അമ്മ എല്ലാം വിശ്വസിക്കും. മാമച്ചൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ പട്ടിണിയാ എന്ന് വെച്ച് ഇറങ്ങാതിരിക്കാൻ ഒക്കൂ? കണ്ടുപിടിക്കേണ്ട അവന്മാരെ. ഫോൺ ചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ, എന്നിട്ടും അമ്മ വിളിക്കുമ്പോൾ കള്ളേ പറഞ്ഞിട്ടുള്ളൂ.
എന്തിനാ അവര് വിഷമിക്കാതിരിക്കാനാ? എന്നിട്ടാ ആ അലക്സി അവിടെ ചെന്ന് നിന്നോട് അന്നേ പറഞ്ഞില്ലേ അലക്സ് വീട് കണ്ടുപിടിക്കുമെന്നും അവിടെ എത്തുമെന്നും. ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഇനി നിന്റെ വാപ്പ വിചാരിച്ചാ? ഇല്ല, അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ സിനിമ ഭ്രാന്തന് അവരെന്തിനാ? എല്ലാം എന്റെ തെറ്റാ. അങ്ങനെ പറയാതാനോ, എല്ലാം ശരിയാവും. നമുക്ക് വഴിയുണ്ടാക്കാം. അപ്സെറ്റ് ആവാതെ പ്ലീസ്. ഇതറിഞ്ഞ അമ്മ വിഷമിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പറയാതിരുന്നാലോ എന്ന് ഓർത്തതാ. പക്ഷേ ആ അമ്മയുടെ ഫീല് കണ്ടപ്പോ എവിടെയാണ് അനു ഉള്ളതെന്ന് എടുത്തെടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷെ അമ്മയെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. ബാക്കിയൊക്കെ ഇപ്പൊ ഞാനും ഇല്ലേ ഒപ്പം. ദേശീയ ഭക്ഷണമായ പൊറോട്ട കഴിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിത്തീയിലും പുളിശ്ശേരിയാ മനസ്സിൽ. ഈ നെയ്ച്ചോറും ബിരിയാണിയും തിന്നു കൊടുത്ത വാപ്പിച്ചയെ ഈ പുളിശ്ശേരി കുടിപ്പിക്കുന്ന കഷ്ടമല്ലേ? തിരിച്ചാടാ, എനിക്കിപ്പോ നെയ്ച്ചോറില്ലാണ്ട് പറ്റില്ലെന്നായിട്ടുണ്ട്. എന്നാലും നിനക്ക് വേണ്ടി ഉള്ളിത്തേലും പുളിശ്ശേരിയും ഞാൻ എന്നും ഉണ്ടാക്കി വെക്കും. അപ്രതീക്ഷിതമായി മീനാക്ഷിന്ന് വിളിച്ച് നീ കയറി വന്നാലോ? എന്നെ ഇപ്പൊ മീനാക്ഷിന്ന് വിളിക്കാൻ നീ മാത്രല്ലേ ഉള്ളൂ. തുടങ്ങി സെന്റിമെന്റ്സ്. മുത്തശ്ശന്റെ ജീരകച്ചമ്പാവ് പാടങ്ങളും കൊയ്ത്തുകാലവും മീനാക്ഷി എന്ന് വിളിച്ച് മുത്തശ്ശിയുടെ ശകാരങ്ങളും. ഈയിടെ ഇത്തിരി കൂടുതലാ. അച്ഛൻ വയ്യാണ്ട് കിടക്കണമെന്ന് കേട്ടപ്പോ അതൊന്നുമല്ല, നിന്റെ കടം വീട്ടാൻ. പടിയിറങ്ങിപ്പോയ മോളുടെ പേരിൽ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി വിറ്റ് നിന്റെ കടം. അമ്മ പിന്നെ അത് വിട്ടേക്കമ്മേ. ദേ, ചോറുണ്ട് കൈ കഴുകിയിട്ടില്ല ഈ മുഖം തുറപ്പുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. അമ്മയുടെ ഈ മണോ. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ഫ്രീ ആവാൻ പറ്റുന്നേ? അറിഞ്ഞ നിമിഷം മുതൽ ഞാനിവിടെ ഉള്ളിൽ. വാപ്പിച്ച എവിടെ പോയതാ? വന്നിട്ട് കാണാതെ പോയാ? പോവാനോ? നിന്നെ ഇനി എങ്ങോട്ടും വിടുന്നില്ല. എനിക്ക് പേടിയാ. വാപ്പച്ചി നിന്റെ കാര്യത്തിനായിട്ട് ആരെ കാണാൻ പോയിരിക്കുക. ഓ അമ്മേ, പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാന്ന്. ഞാൻ വരുത്തി വെച്ച കടം അത് ഞാൻ തന്നെ തീർത്തോളാം. ദേ മീനാക്ഷി, ഞാൻ പോകുന്നവരെ അക്കാര്യം മിണ്ടിയേക്കരുത്. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ആ അലക്സി കയറി ഒന്ന് ഇവിടെ ഒരു സീൻ കൂടി വേണോ? വിഷമിപ്പിക്കാൻ പറഞ്ഞ അല്ല അമ്മേ. വേഗം പോ, അടുക്കളയില് സ്റ്റോറില്. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാവൂ. പോവാൻ, വേഗം പോവാൻ. പോടാ. പേടിച്ചു പോയി. ഓ, നിന്റെ ഒരു പേടി. ഇന്ന് ഒരുപാട് അലഞ്ഞു. എത്ര എടുത്താ പോയെന്നറിയാവോ? എന്നിട്ട് നടക്കും പലയിടത്തുനിന്ന്. ശരിയാവൂടി. അങ്ങനെ ഇപ്പൊ ശരിയാവണ്ട. ഇത്രയും കാലം ഇത് അറിയിക്കാതിരുന്ന എന്തിനാ? നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ. എടാ മോനെ, നീ ബാ, അവിടെ ഇരുന്നേ. എടാ, ഞാനും നീയും നമ്മൾ രണ്ടാണോ? ചെറുപ്പത്തില് അപ്പുറത്തെ വീട്ടിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കണം കണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ലോൺ ഫയൽ മുഴുവനും എടുത്ത് മത്താപ്പ് കത്തിച്ച് കളഞ്ഞവനാ നീ. എത്ര മാസത്തെ സസ്പെൻഷൻ, അതിന് ഞാൻ കൊടുത്ത വില. ഒരു വാപ്പയോടും ഒരു മക്കളും കണക്ക് പറയരുത്. ഞാനും ഇവളും, ഞങ്ങൾക്ക് നീയും. അതൊരു ബാലൻസ് ഷീറ്റിലും ടാലി ആകിലിടാ മോനെ. വളിച്ച പുളിശ്ശേരിയും നായന്മാരുടെ ഉള്ളിത്തീയിലും മകൻ വന്ന വഴിയെ കൊടുത്തു കഴിഞ്ഞല്ലേ. ഞാനൊന്ന് പോയി കുളിക്കട്ടെ, എന്നിട്ട് ഞാനും കൂടെ കൂടാം. അവളൊരു പാവ. നീ മാറി നിൽക്കുന്ന അവക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ സോൾവ് ചെയ്തോളാം. അലക്സിക്ക് ഞങ്ങളുടെ സിറ്റിയിലെ ബ്രാഞ്ചിലാണ് അക്കൗണ്ട്. അവിടുത്തെ മാനേജർ എൻ്റെ ബാച്ചാണ്. 1-2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കത് അടയ്ക്കാം. അത് വേണ്ട വാപ്പിച്ചി, ഐ വിൽ മാനേജ് ഇറ്റ്. മോനെ, ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഈ സിനിമാ കളി
ഞാൻ ഒന്ന് കളിച്ച് തോറ്റതാ. നീ തോറ്റാൽ അത് താങ്ങാനുള്ള... ഇല്ല വാപ്പച്ചി, എന്തു വന്നാലും മാമച്ചൻ എപ്പോഴും പറയും, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. വാപ്പച്ചി, എന്നെ ഇവിടെ വിട്ടാൽ മതി. അപ്പോ നീ പിന്മാറാൻ തയ്യാറല്ല. ദാ മോൻ ഇത് വെച്ചോ. വേണ്ട വാപ്പച്ചി, ആവശ്യത്തിനുള്ള ക്യാഷ് അമ്മ തന്നിട്ടുണ്ട്. എന്നാ പിന്നെ വാപ്പച്ചിയുടെ വേഷത്തിന്റെ കാര്യം മറക്കണ്ട. ഡൺ. നീ ധൈര്യമായിട്ടില്ലേടാ. ഈ 14 കേസിൻ്റെ വിധി കാറ്റിപ്പോ മേരിക്കുട്ടി ബോട്ടിന് അനുകൂലമാണ്. ഇടനിലക്കാരും മരുമക്കളും ഒക്കെ കയറി ഇറങ്ങുന്നത് കണ്ടില്ലയോ? ഇവളെ, എൻ്റെ മേരിക്കുട്ടിയെ ഓരോരുത്തരെ ഞാൻ വോട്ട് കൊടുക്കുകയല്ല. ദാണ്ടെ ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ. കേസിൽ തോറ്റെല്ലാം പോയാലും ഇവളെ ഞാൻ ആർക്കും വോട്ട് കൊടുക്കുകയല്ല. ആർക്കും. ഇവളും കൂടെ പോയാ പിന്നെ മനസ്സിൽ വെച്ചോ, മാമച്ചൻ ചത്ത ആ തന്തയിലെ കഴിവറുകൾക്ക് കാലിമുത്താൻ ഈ തടി വിട്ടു കൊടുക്കരുത്. എടുത്തി കായലിലേക്ക് ഇട്ടേക്കണം. ഒരുപാട് ജീവൻ പിടിച്ച് കൊന്നവനാ ഞാൻ. അവറ്റയ്ക്ക് ഒരു നേരത്തെ തീറ്റയ്ക്ക് ഈ തടി ഇട്ട് കൊടുത്തേക്കണം. എന്താ അച്ഛാ എങ്ങനെ? അത്രയ്ക്ക് ദണ്ഡമുണ്ടടാ. തോളെ നിറക്കാതെ കൊണ്ടു നടന്നതാ ഞാനവരെ. മേരിക്കുട്ടി, കാണുന്നുണ്ടോ നീ? വിട്ടുകൊടുക്കണോ ഞാൻ? പറ. പിന്നെ ആരോ. നീ വാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വേണ്ട വർഷ, അമ്മ രകത്തുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ എന്താ, ഇതോടെ തീരുമല്ലോ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അനാസ രക്ഷപ്പെടുകയും ചെയ്യും. പേടിയാണെങ്കിൽ നീ പുറത്ത് നിന്നാ മതി. അയ്യോ, ഇതെന്താ ഇങ്ങനെ പേടിക്കുന്നേ? തോക്ക് കണ്ടിട്ടാണോ? ഇത് ചുമ്മാ ശീലമായതുകൊണ്ടാ. മുട്ടുസൂചി തട്ടിക്കയറ്റാൻ എന്തിനാ പൈലിംഗ് മെഷീൻ? അലക്സിക്ക് ഇരിക്കാൻ കസാര പോലും ബലക്കയില്ല. ആ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ അലക്സി. എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷവും കൊണ്ട് ഇവിടെ താമസിച്ചിരുന്ന ചള്ളു ചെക്കൻ ബസ്സിൽ വെച്ച അനാസിന്റെ കയ്യിന്ന് ആ പടം 4-5 പേര് ചേർന്ന് പിടിച്ചോണ്ട് പോയതാ.
ഞാനും ആ ബസ്സിലുണ്ടായിരുന്നു. ഞാൻ സാക്ഷിയാ. എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ കാശ് വാങ്ങിയത് അവനല്ലേ? ബാംഗ്ലൂരിലാണ് അവൻ ചെന്നിട്ടുമില്ല. പണം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ആളെ പിറകെ വിട്ടതായിക്കൂടെ? നീ ആള് കൊള്ളാമല്ലോടി കൊച്ചേ. എന്റെ കാശ് അവന്റെ കയ്യിൽ കൊടുത്തയച്ച് ആളെ വിട്ട് ഞാൻ തന്നെ വാങ്ങിക്കാം. കൊള്ളാം. എങ്കിൽ പിന്നെ എനിക്കത് കൊടുക്കാതിരുന്നാ പോരെ. സംഗതിയുടെ കിടപ്പുവശം ഇപ്പോഴാണ് പിടികിട്ടിയത്. അവനിവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയി അവനെ കാണുന്നുണ്ട്. എവിടെടി അവൻ? സാർ 1090 എന്നൊരു നമ്പർ കേട്ടിട്ടുണ്ടോ? ഒന്ന് ഡയൽ ചെയ്താൽ മതി. വിത്തിൻ സെക്കൻഡ്സ് പോലീസ് ഇവിടെ എത്തും. ഊതി പേടിപ്പിക്കല്ലേ മോളെ. ബസ്സിൽ നിന്ന് കാശ് കണ്ടവൻ തട്ടിപ്പറച്ചപ്പം സാക്ഷി മോൾക്ക് ഈ നമ്പർ അറിയത്തില്ലായിരുന്നോ? അത് പിന്നെ പോലീസാന്നാ അവന്മാര് പറഞ്ഞേ. പിന്നീട് സത്യം അറിഞ്ഞത്. കഥയുണ്ടാക്കല്ലേ മോളെ. ഒരുത്തൻ കഥയുണ്ടാക്കി പറഞ്ഞ എന്റെ കാശ്. നേര് പറയടി, എവിടെടി അവൻ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ അനാസിനെ കാണുന്നുണ്ട്, വേണ്ടതുപോലെ സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പണം അനാസിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവരെയാ. പിന്നെ ഞാൻ സിഐഡിക്ക് പഠിക്കല്ലേ. എനിക്കെന്റെ പണം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. പണം ഞാൻ തരാം. എന്ന്, എപ്പോ, എങ്ങനെ? പണം റെഡിയായിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ വന്ന് കൊണ്ടുപോയാൽ മതി. കോണ്ടാക്ട് നമ്പർ തന്നേക്കൂ. വർഷ നീ? യെസ്, ഐ വിൽ. എന്തു പറ്റി? 2-3 ദിവസം ആയല്ലോ പപ്പയുടെ വിളി വന്നിട്ട്. ഞാൻ വിളിച്ചിരുന്നു, നിന്നെ കിട്ടിയില്ല. ഞാൻ കരുതി വീക്കെൻഡിൽ നീ ബാംഗ്ലൂരിലേക്ക് പോയി കാണുമെന്ന്. ഒരു പേഴ്സണൽ കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ഓണർ പെണ്ണമ്മ ഇവിടെ വന്നിരുന്നു. അവരീ വീട് വിൽക്കാൻ പോവാ. എന്നിട്ട് ഞാൻ അയച്ചെന്ന ക്ലിപ്പിംഗ്സ് പപ്പയ്ക്ക് ഓർമ്മയില്ലേ? പിന്നെ ഏത് ജനാല തുറന്നാലും മഴ കാണാവുന്ന പപ്പയുടെ ഡ്രീം ഹൗസ്. പപ്പ, ഇത് വാങ്ങാൻ എനിക്ക് കുറച്ച് പണം വേണം. കേട്ട് ഞെട്ടണ്ട. 50 lakhs. എടി മോളെ, നീ നിന്റെ പപ്പയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. നീ പോയി നിന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്ക്. ഇറ്റ്സ് നോട്ട് ലാക്സ്, ഇറ്റ്സ് ക്രോഴ്സ്. ഇതുവരെ നീ അതിൽ നിന്ന് ഒന്നും വിത്ഡ്രോ ചെയ്തിട്ടില്ല എന്നർത്ഥം. എന്തിനാടി മോളെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ പണമൊക്കെ അയക്കുന്നത്? അതല്ലേ പറഞ്ഞത് ഇനി പോരാൻ. താങ്ക് യു പപ്പ. അടുത്തായിരുന്നെങ്കിൽ എന്താ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണും കണ്ണും കാണുമ്പോൾ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്ന കാന്തം പോലെ നെഞ്ചിലുണ്ടാവുന്നൊരു തരിപ്പ്. തമ്മിൽ ആദ്യം കാണുമ്പോൾ തൊട്ടിരിക്കാനും മുറുകെ പുണരാനും ഉള്ളിലുണരുന്നൊരു വെമ്പൽ. പിന്നെ എപ്പോഴും കാണാൻ തോന്നും, കാണുമ്പോൾ പിരിയാതിരിക്കാനും. ഈ പ്രണയം മഴ പോലെയാ. ചിലപ്പോ ചാഞ്ഞു പെയ്യുന്ന നനത്ത മഴ, ചിലപ്പോ കോരിച്ചൊരിയുന്ന പെരുമഴ. അധികം നനയല്ലേ, പനി പിടിക്കും. വാ. ആദ്യം കാണുമ്പോൾ പച്ച മാത്രം, പിന്നെ ഓരോരോ നിറങ്ങളായി, 1000 വർണ്ണങ്ങളായി. ഈ നീലക്കടലിൽ നുരയുന്ന തിര പോലെ പ്രണയം വന്ന് പൊതിയും. പിന്നെ നിറങ്ങളില്ല, ശബ്ദമില്ല, ചുറ്റും വേറെ ലോകമില്ല. പ്രണയം മാത്രം. ലവേഴ്സ് ആർ അലോൺ, ഓൾവേസ് അലോൺ. ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം. ജെസി, ഓക്കേ സർ. അനാസിന്റെ നമ്പറിൽ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം. ഈയുടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടി വരുന്നുണ്ട്. ചെല്ല്. സർ നമ്പർ.
ബസ്സില്. നിനക്ക് വെറുതെ തോന്നായിരിക്കും. അല്ലെന്നേ, എന്റെ നേരെ ഷൗട്ട് ചെയ്തതാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് നീ എന്താ അപ്പൊ പറയാൻ? ഞാൻ നമ്മൾ ഒറ്റയ്ക്ക് ശരിയാവില്ല. വാ. ആ പോയത് ആരാ? ഇപ്പൊ റീചാർജ് ചെയ്ത് എന്താ? അല്ല, നല്ല പരിചയം. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആണോന്നൊരു സംശയം. പേരറിയില്ല, എപ്പോഴും ഇവിടെ വരാറുണ്ട്. ആ നമ്പർ ഒന്ന് പറയൂ. താങ്ക് യു. നീ ഉസ്മാനെ വിളിക്കാൻ പോവാ? അല്ല, അനാസിനെ. ഹലോ അനു. അന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരാൾ. എന്നിട്ട് അനുവിന് ഫ്ലെക്സ് ചെയ്യാൻ ചെന്നപ്പോഴാ നമ്പർ ഞാൻ കളക്ട് ചെയ്തു. ദാ. വേണ്ട, ജെസ് വിളിക്കും. ഹണിയിലെ ഷുഗർ മിക്സ് ചെയ്ത് ഇവളെ വിളിച്ച അയാൾ ഓടി വരും. എവിടെ വരാൻ പറയണം? ആ മൊബൈൽ സെന്ററിനടുത്ത് തന്നെ. അതിവിടെ അടുത്താണോ? അതെ ജെസി. ഹലോ ഹലോ ഹലോ, ഇത് ഞാനാ. മനസ്സിലായില്ലേ? ഹലോ ആരും? ഹലോ ഓ, അപ്പൊ എന്റെ ശബ്ദം മറന്നോ? ഹലോ ആരാണ്? അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ. എപ്പോഴും ചാർജ് ചെയ്ത് തരാൻ ഞാൻ വേണം. മൊബൈൽ സെന്റർ. ആ, മൊബൈൽ സെന്റർ. ഇവിടം വരെ ഒന്ന് വരുമോ? വരുമോന്നേ, വന്നിട്ട് പറയാം. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? എന്താ ഇപ്പൊ വിളിച്ചില്ലേ? ഞാനാ വിളിച്ചത്. എന്താ? ഇപ്പൊ അകത്തോട്ട് കേറിപ്പോയ ആള്. അവനെങ്ങോട്ട് കയറ്റിവിടെ. ചെല്ല്. ഇങ്ങോട്ട് കയറി വേണം. അറിയണോടാ ഞാൻ ആരാണെന്ന്? സാറേ, എന്റെ പണം. പണം അത് തന്നെ എനിക്കും അറിയണ്ട്. പറടാ, എവിടെടാ പണം? സാറും കൂടെ അല്ലേ അന്ന്? അപ്പൊ നീ എല്ലാം കൂടെ ചേർന്നാണ് ആ പാവ അലക്സിസാന്റെ പൈസ തട്ടിയെടുത്തതല്ലേ? അനാസിനെ ഒന്നും ചെയ്യരുത്. അനാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരടിയാ പണം തട്ടിയെടുത്തത്? നീയാണോ? എന്താടോ കേസ്? ഒരു ഉടായ്പ സെറ്റപ്പാണ് സാർ. ഇവനാണ് ആള്. അല്ല സാർ, ഞാൻ അവനകത്തേക്ക് കൊണ്ടുവാ. അപ്പോ അവനെ കിട്ടി. ഇനിയുള്ള കാര്യം
ഞാൻ നോക്കിക്കോളാം. മക്കള് പോ. അത് ശരി, ബസ്സിന് പണം തട്ടിപ്പറിച്ചവന്റെ പിറകെ അവനെ പിടിക്കാനാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. അപ്പോഴാ അനാസിന് അവര്. സാർ, പണം ഇന്ന് തന്നെ ഞാൻ എത്തിക്കാം. ദയവ് ചെയ്ത് അനാസിനെ രക്ഷിക്കണം. ബസ്സിന്ന് പണം തട്ടിപ്പറിച്ചവൻ ആരാന്നാ പറഞ്ഞേ? നോർത്ത് അർബൻ സ്റ്റേഷനിലെ ASI ബഷീർ. ASI ബഷീർ. ഉസ്മാനെ, നീ ഉശിരുള്ള ക്യാപ്റ്റനാണല്ലോടാ. അടുത്ത കളി എവിടെയാ? എനിക്ക് വേണ്ടി നിന്റെ ടീം മുഴുവൻ ഒന്ന് വന്ന് കളിച്ചു തരണം. വാപ്പച്ചി, വാപ്പച്ചി, എന്താ നിങ്ങളിവിടെ? മോനെ, ഞങ്ങള് എത്തിയോ? എല്ലാരും വരാൻ കാത്തിരിക്കുകയായിരുന്നു. കബഡി നമ്മുടെ നാട്ടിലെ വീറുള്ള ഉശിരൻ കളിയാണ്. വാശിയേറിയ കളി. പണ്ട് ചെറുപ്പത്തി ചേരിയിൽ വളർന്ന ഞാനും കുടുകുടു കളിച്ചിട്ടുണ്ട്. ആരാരെ പിടിച്ചിടുന്നു എന്നാണ് അതിന്റെ ഫിനിഷിംഗ്. പിടിച്ചവനെ പിന്നെ വിടരുത്. നടുവരെ തൊട്ടാ പോയി. അനാസ് നല്ല ചെറുപ്പക്കാരനാണ്. അവനെ വെച്ചൊരു കബഡി കളി നടത്തി ചിലര്. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല. ദാ, എന്റെ മോൻ നിങ്ങളോട് വാങ്ങിച്ച 50 ലക്ഷം രൂപ. വേണ്ട പാപ്പച്ചി, കൊടുക്കാനുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വേണ്ട മോളെ. ആരുടെ പണവും എനിക്ക് വേണ്ട. നഷ്ടപ്പെട്ട പണം എനിക്ക് തിരിച്ചു കിട്ടി. കളിയായാലും കാര്യമായാലും ഫൗള് കാണിക്കുന്നവന് വെറുതെ വിടുന്ന പാരമ്പര്യം അലക്സിക്കില്ല. കൊണ്ടുപോവരെ. ആർക്കും ഒന്നും മനസ്സിലായില്ല അല്ലേ? കളിച്ച് കളിച്ച് പോലീസ് കള്ളനായി. പറഞ്ഞു കൊടുക്കടാ. കഴിഞ്ഞ ടൂർണമെന്റ് കബഡി കളി ജയിച്ചതിന്റെ ആഘോഷത്തിൽ ഞങ്ങളൊന്ന് കൂടുകയായിരുന്നു. അപ്പോഴാണ് ഉസ്മാൻ ഒരു ഫോൺ കോൾ വരുന്നത്. സെവൻ സാറിന്റെ എവർ റോളിയും കൂടി ഇത്തവണ നമുക്ക് പിടിക്കണം. അതിന് ഈ കളിയൊന്നും പോരാ. 25,000 കാഷ് അവാർഡ് ഉള്ളതാ. ഒരെണ്ണം കൂടെ ഒഴിക്കണം. ഒഴിച്ചോട്. ഇന്ന് ഞാനില്ലെങ്കിൽ കാണായിരുന്നു. ഒരു കുപ്പി കൂടെ പറയലേ, ഇതൊന്നും തികഞ്ഞില്ലേ? പറമോനെ. അലക്സിസ് സാർ അഡ്വാൻസ് കൊടുക്കാനേ 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. എത്ര? 50 ലക്ഷോ? പടച്ചോനെ. എന്തുവാടേ ഇതിനോടൊരു ഫോൺ? 5 രൂപ കടം ചോദിച്ചാൽ തരത്തില്ല.
അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അലക്സി മുതലാളി സിനിമ പിടിക്കാൻ അഡ്വാൻസ് ആയിട്ട് 50 ലക്ഷം രൂപ അനസിന് കൊടുക്കാൻ പോണെന്ന്. ഓഹോ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചു വേണം. ഒരു 30 ഒഴിച്ചേ. ഞാൻ തന്നെ പേടിച്ചില്ല. നേരത്തെ പറയുന്നുണ്ടല്ലോ ഒരു 50 ലക്ഷം രൂപയുടെ കാര്യം. അത് ഉസ്മാനോടെ ചെന്നിട്ടാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞാനല്ലേ അവൻ അലക്സ് മുതലാളിയെ മുട്ടിച്ചു കൊടുത്തത്. എല്ലാം ശരിയായ ഒരു 25,000 രൂപ എനിക്ക് കമ്മീഷൻ തരാൻ അവൻ ഏറ്റിട്ടുണ്ട്. അതല്ലേ ഞാൻ ഈ ഓടി നടക്കുന്നത്. എത്ര? 25,000. ഈ 25,000-ന് പകരം ഒരു 10 ലക്ഷം രൂപ നിനക്ക് കിട്ടിയാൽ നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. സെയ്ദ് മുഹമ്മദ് സർ, ഇപ്പോഴും അനാസിന്റെ പടത്തിന് പണം മുടക്കാൻ ഞാൻ തയ്യാറ്. ഇത്തവണ അഡ്വാൻസ് കൊടുക്കാൻ ഞാനും കൂടെ വരാം. എന്താ? വേണ്ട സർ. സാറിന്റെ നല്ല മനസ്സിന് നന്ദി. ഇനിയും ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നെ തേടി വരും. നീ പറഞ്ഞതാ മോനെ ശരി. ഓരോ സിനിമയുടെ പിറവയ്ക്കും അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഇല്ല, മൺസൂൺ അങ്ങനെ ഒരു ഡ്രീമായി അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഒരുമിച്ച് ഈ സിനിമ ചെയ്യും. അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ട് നീ എത്ര കഷ്ടപ്പെട്ടതാ. ഈ സിനിമ നടക്കണം. ദേ, ഇത് നിന്റെ പണം തന്നെയാ. പറഞ്ഞതൊക്കെ ശരി തന്നെയാ വാപ്പച്ചി, അമ്മ, ഇപ്പൊ വർഷ. പക്ഷേ മാമച്ചായൻ എനിക്ക് പകർന്നു തന്ന ഊർജം, എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ കരുത്ത് തന്നത് മാമച്ചനാ. മാമച്ചന്റെ കേസിന്റെ വിധി ഇന്നാണ്. മാമച്ചൻ ജയിക്കും, ഉറപ്പാ. ആ പണം കൊണ്ട് വേണം എനിക്ക് സിനിമ. എനിക്ക് ഉടനെ മാമച്ചനെ കാണണം. ഞങ്ങൾ പോവുക മാമച്ചന്റെ അടുത്തേക്ക്. ഓക്കെ അനാസ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. മോളെ, ഇപ്പോഴെനിക്ക് മനസ്സമാധാനമായത്. ഇനി നീ ധൈര്യമായിട്ട് വാപ്പച്ചിയുടെ കാർ കൊണ്ട് പോകും. പിന്നെ ഇനി മുങ്ങിക്കളയില്ലോട്ടോ. ആ മോളെ, ഇങ്ങോട്ട് തന്നേക്കണേ. സൗകര്യം പോലെ നിനക്ക് തന്നെ തിരിച്ചു തന്നേക്കാം. വാ. പൊഴി മുറിച്ച് പോയിട്ടില്ല. പുറംകടലിലെങ്ങാനും കണ്ടുപിടിക്കാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്റെ സാറേ, അപ്പൻ ഈ കായലും ബോട്ടും വിട്ട് എങ്ങോട്ടും പോകത്തില്ല. പ്രാക്കുളത്തും കാഞ്ഞരം കോട്ടും ആളിനെ വിട്ടിട്ടുണ്ട്. അവരിപ്പോ ഇനി എത്തും. കിട്ടിയ മുതലെല്ലാം പോട്ടേന്ന് വയ്ക്കും. പക്ഷെ അപ്പന്റെ ചോരയാ ഞാനും. ആ മേരിക്കുട്ടി ബോട്ട് എനിക്ക് തന്നെ വേണം. അറിഞ്ഞില്ലേ, കേസിൽ മാമച്ചൻ തോറ്റു. എല്ലാം മക്കൾക്ക് വിട്ടുകൊടുക്കാനാ വിധി. എന്നിട്ട് മാമച്ചൻ എവിടെ? കോടതിയിൽ നിന്ന് വന്ന് ബോട്ടും എടുത്ത് ഒറ്റ പോക്ക. ആര് വിളിച്ചിട്ട് നിന്നില്ല. മാമച്ചൻ എവിടെ കാണുമെന്ന് എനിക്കറിയാം. മാമച്ച, 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 കണ്ണു തുറക്ക്. മാമച്ച, കണ്ണു തുറക്കാൻ. മാമച്ച, മാമച്ച, കണ്ണു തുറക്കാൻ. മാമച്ച, മാമച്ച, മാമച്ച.
അവിടുന്ന് പാൻ ചെയ്ത് വരുമ്പോൾ മാമച്ചൻ വലമീനുമായിട്ട് വരുന്നു. പാപ്പയെ കാണുന്നില്ല, വിളിക്കുന്നു. ഇതൊരു ട്രാക്ക് ഷോട്ടാണ്. മാമച്ചൻ റെഡിയാണോ? റെഡിയാണ്. എന്നാ വിളിച്ചോ. സുഹിത്തേ, മാമച്ചനെ വിളിച്ചോ. ജീവിതം മറ്റെവിടെയോ ആണ്. ലൈഫ് ഈസ് എൽസ്വേർ. മോനെ, എങ്ങനെയുണ്ടാ നിന്റെ മാമച്ചൻ? ഓക്കെ ആണോ? ഓക്കെ, റെഡി, തുടങ്ങാം.